ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആപ്പിൾ ഫോണും ആൻഡ്രോയിഡ് ഫോണും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. ഞാൻ ഒരുപാട് ഫോൺ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഇറങ്ങിയത് ഈ എറിക്സൻ്റെ ഫോണാണ്. ഇൻകമ്മിങ്ങിനൊക്കെ പൈസ ഉണ്ടാകുന്ന ആ ഒരു ടൈപ്പുള്ളൊരു ഫോണായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഞാൻ ഫോൺ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഒരുപാട് ഫോൺസ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഫോൺ മേടിക്കുക, ഉപയോഗിക്കുക, കുറച്ച് കഴിയുമ്പോൾ അത് ബോറടിക്കുക, അപ്പോൾ വേറെ ഫോൺ മേടിക്കുക, അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം തൊട്ടേ ഈ ഐഫോൺ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഐഫോൺസിനോടൊരു പുച്ഛമായിരുന്നു. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് അതിന് ഈ പെട്ടെന്ന് ഓരോന്ന് സ്വിച്ച് ചെയ്ത് മാറാൻ പറ്റില്ല. അത് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് അത് ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു സുഖം തോന്നിയില്ല. അപ്പോൾ ഐഫോൺ മേടിക്കും, കുറച്ചാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ ആൻഡ്രോയിഡ് ഫോൺ മേടിക്കും. പിന്നെ അങ്ങനെ 3-4 ഐഫോൺസ് മേടിച്ചത് വളരെ ഇതായിട്ട് ചീപ്പ് വിലയ്ക്ക് കൊടുക്കേണ്ടിയൊക്കെ വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഐഫോൺ സ്ഥിരമായിട്ടൊന്ന് ഐഫോൺ യൂസ് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ഞാനൊരു വളരെ കറക്റ്റ് സത്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയും. ആൻഡ്രോയിഡ് ഫോൺസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്, പലത് യൂസ് ചെയ്തിട്ടുണ്ട്. സാംസങ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോണിന് എല്ലാ കാര്യങ്ങളും, നമ്മളതിനകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും, ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, സൗണ്ടാണെങ്കിലും വീഡിയോ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരിത്തിരി ക്വാളിറ്റി കൂടുതലാണ്. വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ക്വാളിറ്റി നമ്മൾ പറയും. അപ്പോൾ ക്വാളിറ്റി നോക്കുമ്പോൾ ഈ ഐഫോണിനാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ളത്. എല്ലാ കാര്യങ്ങളും, സൗണ്ട് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും എല്ലാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതെടുത്ത് നോക്കിയാലും എന്തിനും ക്വാളിറ്റി കൂടുതൽ ഐഫോണാണ്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ പല ഫോൺസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും റെഡ്മി അങ്ങനത്തെ പല സാധനത്തിൻ്റെ എല്ലാ ഫോൺസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പ്രീമിയം ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് സാംസങ്ങിൻ്റെ. പക്ഷേ അതിനകത്ത് അതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, ഐഫോണും കൂടെ കമ്പയർ ചെയ്യുമ്പം ഐഫോണിൻ്റെ ആ ഒരു ക്വാളിറ്റി വളരെ കൂടുതലാണ്. വളരെ നല്ല ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നമുക്ക് എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എനിക്ക് ഒന്നും തോന്നണില്ല. കാരണം വെച്ചാൽ ഞാനതുകൊണ്ട് ഇപ്പം സ്ഥിരമായിട്ട് ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് ഒരു വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോണായിട്ട് തോന്നുന്നുണ്ട്. സോ ആ ഒരു അഭിപ്രായം ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടേക്കുന്നത്. ഓക്കെ.